ആഫ്റ്റർനൂൺ സർ. ഞാൻ വീട്ടിൽ അന്വേഷിച്ചു. അപ്പോഴാണ് സദേൺ എക്സ്പ്ലോസീവ്സ് ആൻഡ് മൈനിംഗ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഇപ്പോൾ ഓൺ ഡ്യൂട്ടിയിലാണെന്ന് അറിഞ്ഞത്. നേരെ ഇങ്ങോട്ട് പോകും. ആരെങ്കിലും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ആരെയെങ്കിലും പറഞ്ഞു വരേണ്ട കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. എനിക്ക് കുറച്ച് സംസാരിക്കാം. നമുക്ക് വീട്ടിലേക്ക് പോകാം സർ. ഡിപ്പാർട്ട്മെന്റിലെ കുട്ടി ദൈവങ്ങൾക്കും വലിയ ദൈവങ്ങൾക്കും സുഖം തന്നെയാണോ സർ? കരക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ക്രെഡിറ്റ് കീശയിലാക്കുന്ന ഏർപ്പാട് ഇപ്പോഴും തുടരുന്നുണ്ടോ? എന്നെ പോലെ അപ്പാവികൾ ഇപ്പോഴും ആരെങ്കിലും കാണും ഡിപ്പാർട്ട്മെന്റിൽ. താനതൊന്നും മറന്നില്ലേടൂ? എങ്ങനെ മറക്കാൻ? ഇമ്രാൻ, യു കം വിത്ത് മീ. എങ്ങോട്ടാ സാർ? വരൂ പറയാം. കെട്ടിയിട്ടിരിക്കുന്ന ഒരാൾ ഈ ഷിപ്പിന്റെ ക്യാപ്റ്റനാണ്. മറ്റേയാൾ ഫസ്റ്റ് എഞ്ചിനീയർ. തോക്കുമായി നിൽക്കുന്ന രണ്ടുപേർ ഈ ഷിപ്പിലെ ജോലിക്കാരുമാണ്. അവർക്ക് എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട്. ഷിപ്പിന്റെ ഉടമസ്ഥൻ ഒന്നിനും വഴങ്ങുന്നില്ല. സംഭവം ഈ പോർട്ടിൽ വെച്ചായതുകൊണ്ട് നമുക്ക് തലവേദനയായി. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരാണെങ്കിൽ ആരെയും അടുക്കാനും സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യൂടോ? ഹലോ, Keep it there. Taste it. Take the other one. Take the chicken also. സാർ ഇത് കണ്ടില്ലേ? പത്രത്തിൽ പടം വരണം എന്നൊക്കെ ഒരു കാലത്ത് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇന്നില്ല സാർ. പക്ഷെ വല്ലവരും ജോലി ചെയ്തതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള അമ്മായിയപ്പന്റെ മരുമകന്റെ ആഗ്രഹം അത് കുറച്ച് കടന്നുപോയി. അതെ സാർ, IG കൂടി അറിയാതെ ഇങ്ങനൊരു ന്യൂസ് ഇതിൽ വരില്ല. പോട്ടെ ഇമ്രാൻ, പൊന്നിൻ കുടത്തിന് എന്തിനാടോ പൊട്ട്? വേണ്ട വേണ്ട, ഇങ്ങനെ പറഞ്ഞ് സാർ എന്നെ സൂചിപ്പിക്കുകയൊന്നും വേണ്ട. ഇമ്രാൻ. എന്താ സാർ? എന്താ സാർ? ഒന്നുമില്ല ഇമ്രാൻ. താൻ എന്ത് പറയുന്നു? പുറപ്പെടാം. തുറന്നു പറയുന്നതിൽ പരിഭവം തോന്നരുത് സാർ. എനിക്ക് പറ്റില്ല. ഒരിക്കലെല്ലാം വേണ്ടെന്ന് വെച്ചാൽ വീണ്ടും തിരിച്ചെടുക്കാൻ
ബുദ്ധിമുട്ടുണ്ട്. ഇമ്രാൻ എന്തായി പറയുന്നത്? സർവീസിലുണ്ടായിരുന്നപ്പോൾ ഇത്തരം ഒരു അവസരത്തിൽ ഇമ്രാൻ എന്ന് മുഴുവൻ വിളിക്കണ്ട, അതിനു മുമ്പേ താൻ ഓടിയെത്തുമായിരുന്നു. ആ എന്തൂസിയാസം, എനർജി ഇവയൊക്കെ ഇപ്പോഴും തനിക്കുണ്ടെന്ന് ഞാൻ കരുതി. അങ്ങനെ ഓടി വന്നതിന്റെ ഫലമൊക്കെ എനിക്ക് കിട്ടി സാർ. ഇനി അങ്ങനെ ഓടാൻ എനിക്ക് പ്രയാസമുണ്ട്. ആ, എനിക്കൊരു തെറ്റുപറ്റി. തന്നെ കുറിച്ചുള്ള എന്റെ ഓവർ കോൺഫിഡൻസ് അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഇമ്രാൻ എന്ന് വളരെ വലുതായി പോയി. സ്വന്തം വീട്, കാറ്, ജീപ്പ്, ബിസിനസ്. 15 പേരുടെ ജീവനും ഒരു ബിസിനസ്മാനും തമ്മിൽ എന്ത് ബന്ധമിരിക്കുന്നു അല്ലേ? ഈ സുഖവും സൗകര്യവും ഒക്കെ ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് സാർ, അല്ലാതെ കട്ടും കൈക്കൂലിയും വാങ്ങി ഉണ്ടാക്കിയതല്ല. സാറിന് നന്നായിട്ട് അറിയാമല്ലോ. ആലിപ്പട്ടി, ഇമ്രാൻ പട്ടി, ഡിപ്പാർട്ട്മെന്റിലെ പട്ടികൾക്കൊക്കെ എന്റെ പേരിട്ടു. അന്നൊക്കെ ആട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് സാറിനെ സമാധാനിപ്പിച്ചു. അവസാനം എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ സാറിന് എന്നെ സഹായിക്കാൻ സാധിച്ചോ? നാണവും മാനവും ഉള്ളതുകൊണ്ട് റിസൈൻ ചെയ്തു. തൊഴിൽ അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എനിക്ക് തന്നോട് അസൂയ? ഐ എം സോറി സാർ. ഞാനൊന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മനസ്സിൽ കുറെ നാളായി കെട്ടിക്കിടക്കുന്ന വിഷമം ആരോടെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇമ്രാൻ, ഞാൻ തന്നെ വിളിക്കാൻ വന്നത് പൊന്നാട ചാർത്താനോ സ്വീകരണം തരാനോ ഒന്നുമല്ല. വളരെ റിസ്ക് ഉള്ള ഒരു കാര്യത്തിനാണ്. റിസ്ക് കൂടുമ്പോൾ കോസ്റ്റ് കൂടും. താനിന്ന് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനല്ല. തന്റെ ടേംസ് തനിക്ക് സംസാരിക്കാം. നോ സർ, ഒരിക്കലും ഞാൻ അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല. സർവീസിലുണ്ടായിരുന്നപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനമായിരുന്നു ഇമ്രാൻ. അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ കമാൻഡോ ട്രെയിനിങ്ങിന് തന്നെ അയച്ചത്. എന്ന് വെച്ച് തന്റെ സേവനം മിസ്യൂസ് ചെയ്യാനൊന്നും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. എന്ത് വേണമെങ്കിലും തനിക്ക് ചോദിക്കാം. സാർ എന്താ വീണ്ടും ഇങ്ങനെ പറയുന്നത്? എന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സാറിനോട് ഇത്ര നേരം സംസാരിക്കില്ലായിരുന്നു. എന്റെ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞല്ലോ. ഇവളുടെ വിവാഹ കാര്യം. 2 ദിവസമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഇറങ്ങി പുറപ്പെട്ടാൽ അതെന്ന് തീരുമെന്ന് പറയാൻ പറ്റില്ല. തീരാതെ എനിക്ക് തിരിച്ചു വരാനും പറ്റില്ല. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യും സാർ? സാറ് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ ഇക്കായി നിർബന്ധിക്കില്ലായിരുന്നു. നീ ഇതെന്താ പറയുന്നത് മോളെ? ഞാൻ എങ്ങനെ പോകും? നിന്നെ നിക്കാഹാര നടത്തും? അത് സാരമില്ല. ഇക്ക പോണം, അവരെ രക്ഷിക്കണം. നിക്കാഹിനെ പറ്റി വിഷമിക്കണ്ട. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് നടന്നോളൂ. മോളെ, നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. അവിടെ പോയാൽ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ല. ഒരു പക്ഷേ ഞാൻ അരുതാത്തത് പറയരുത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇക്ക പോണം. സാറ് പൊയ്ക്കൊള്ളൂ. അപ്പൊ ഇമ്രാൻ? ഞാൻ എത്തിക്കൊള്ളാം. യെസ്.